നമസ്കാരം. കുവൈറ്റ് ജേണലിന്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികളുടെ നെഞ്ചിൽ വർഷങ്ങളായി വളർന്നു വന്നൊരു സ്വപ്നം, വിദ്യാഭ്യാസത്തിലൂടെ ഒരു ഭാവി, കുടിയേറ്റത്തിലൂടെ ഒരു ജീവിതം. ആ സ്വപ്നങ്ങൾക്ക് കൃത്യമായ വഴികാട്ടിയായി മാറുകയാണ് ഫ്ലൈ വേൾഡ്. നിയമപരമായ കൃത്യതയോടെയും വിശ്വാസത്തിൻ്റെ ഉറപ്പോടെയും ഓസ്ട്രേലിയയുടെ വാതിലുകൾ ഇനി ലക്ഷക്കണക്കിന് മലയാളികൾക്കായി തുറന്നിരിക്കുന്നു. വിദ്യാഭ്യാസത്തിനും ജോലി സാധ്യതകൾക്കും പുതിയ കവാടങ്ങൾ തുറന്നിടാൻ ഫ്ലൈ വേൾഡ് ഇപ്പോൾ കുവൈറ്റിലെയും മലയാളികളോടൊപ്പം. വിദ്യാഭ്യാസത്തിനും സെറ്റിൽമെന്റിനും നിയമപരമായ കൃത്യതയും മാർഗനിർദ്ദേശവുമാണ് വിജയകരമായ കുടിയേറ്റത്തിന്റെ അടിത്തറ. കാലങ്ങളായി കാത്തുനിന്ന പ്രവാസ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് ഫ്ലൈ വേൾഡ് തൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. 10,000-ലധികം PR ഇൻവിറ്റേഷനുകൾ, ആയിരക്കണക്കിന് നഴ്സിംഗ് രജിസ്ട്രേഷനുകളും ഇതിനോടകം നേടിയെടുത്തിരിക്കുന്നത് നിയമപരമായ കൃത്യതയോടെയും പിഴവില്ലാത്ത സംവിധാനങ്ങളോടെയുമുള്ള സേവനത്തിലൂടെയാണ്. വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കുമായി ഓസ്ട്രേലിയയിലേക്കുള്ള വാതിലുകൾ തുറന്നിടുകയാണ് ഇവിടെ. 12ാം ക്ലാസ് കഴിഞ്ഞ് ഏത് കോഴ്സ് പഠിക്കണം, അത് ഏത് രാജ്യത്ത് പഠിക്കണം എന്ന നിർണായക തീരുമാനത്തിന് പരിചയസമ്പന്നരായ വിദഗ്ധരുടെ നിർദ്ദേശങ്ങളും വിശ്വാസയോഗ്യമായ സേവനങ്ങളും നൽകുകയാണ് ഫ്ലൈ വേൾഡ്. 12th എന്നൊരു എക്സാമിനേഷൻ കഴിഞ്ഞ എല്ലാ കുട്ടികളുടെയും അല്ലെങ്കിൽ പേരൻസിൻ്റെയും ഒരു പ്രധാന ചോദ്യമാണ് ഏത് കൺട്രി ചൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളത്. അതിൽ ഫ്ലൈ വേൾഡിൻ്റെ പങ്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സിന് അനുയോജ്യമായ ഒരു ഒക്യുപ്പേഷൻ നമ്മൾ ലാൻഡ് ചെയ്താലാണ് നമുക്കൊരു പെർമനൻറ്റ് റെസിഡൻസി ഓപ്ഷൻ അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന കൺട്രിയിൽ ഒരു സെറ്റിൽമെൻറ്റ് നമുക്ക് ലഭ്യമാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ കോഴ്സ് എടുക്കുന്നതുകൊണ്ട് ഒരു ലോങ് ടേം ബെനിഫിറ്റ് കുട്ടികൾക്ക് കിട്ടണം എന്നില്ല. സോ ഫ്ലൈ വേൾഡിൽ ലീഗൽ എക്സ്പേർട്സ് അസിസ്റ്റ് ചെയ്യുന്നത് ഒരു കോഴ്സ് ഒരു കൺട്രിയിൽ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൺട്രി നൽകുന്ന എല്ലാ ബെനിഫിറ്റ്സും എൻജോയ് ചെയ്ത് അവർക്ക് ആ കൺട്രിയിൽ സെറ്റിൽ ആവാനും അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ള ഫ്യൂച്ചർ അവിടെ സെക്യൂർ ആക്കാനും ഹെൽപ്പ് ചെയ്യുക എന്നതിലാണ് ഫ്ലൈ വേൾഡ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത് തന്നെ. പുതിയൊരു ജീവിതത്തിനായി ഓസ്ട്രേലിയയുടെ ഒരു സ്വപ്നവാതിൽ തുറന്നിടുകയാണ് ഫ്ലൈ വേൾഡ്. ഉയർന്ന വിദ്യാഭ്യാസം, ജോലി, സ്ഥിരത ഇവയ്ക്കെല്ലാം വിശ്വാസയോഗ്യമായ ഒരു ഉറപ്പാണ് ഫ്ലൈ വേൾഡ് നൽകുന്നത്. ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നവർക്ക് പഠനത്തോടൊപ്പം പാർട്ട് ടൈം തൊഴിലവസരങ്ങളും അതിലൂടെയുള്ള സുരക്ഷിതത്വവുമാണ് ഫ്ലൈ വേൾഡ് ഉറപ്പ് നൽകുന്നത്. തീർച്ചയായും ഓസ്ട്രേലിയ അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളെക്കാട്ടും പാരൻസിനാണ് ഒരു കൺസേൺ ഉള്ളത്. കുട്ടികൾ അവിടെ മിക്കവാറും കുട്ടികൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്തൊക്കെ ആയിരിക്കും പോകുന്നത്. സോ പാർട്ട് ടൈം ജോബ്സിലൂടെയാണ് അവരതിൻ്റെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്ത് ആ ലോൺസ് ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സെക്യൂരിറ്റിക്ക് വേണ്ടി അവർ നോക്കുന്നതാണ് പാർട്ട് ടൈം ജോബ്സ്. അപ്പോൾ ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ സംബന്ധിച്ചോളം ഓസ്ട്രേലിയ യൂണിവേഴ്സിറ്റീസ് എല്ലാം വളരെ വാസ്റ്റ് ആണ്. അവിടെ ഓൾമോസ്റ്റ് ഒരു 40-ലധികം യൂണിവേഴ്സിറ്റീസ് ഓസ്ട്രേലിയയിലുണ്ട്. സോ ഈ യൂണിവേഴ്സിറ്റീസിലെല്ലാം തന്നെ അവർക്ക് സെൽഫായിട്ടുള്ള ലേണിംഗ് എയ്ഡ് ആയിട്ടും, അതായത് അല്ലെങ്കിൽ ഡിസേബിലിറ്റി ഉള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല എയ്ഡ്സ് എന്ന രീതിയിൽ ഈ കുട്ടികൾക്ക് അവരുടെ സ്വന്തം യൂണിവേഴ്സിറ്റീസ് തന്നെ അവർക്ക് വർക്ക് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിലൂടെ കുട്ടികൾ സെൽഫ് സഫിഷ്യൻ്റ് ആകുകയും അവർക്ക് തുടർന്നുള്ള ഒരു ഒരു പാർട്ട് ടൈം ജോബ് സെക്യൂരിറ്റി കിട്ടുകയും നമുക്ക് കൊടുക്കാൻ പറ്റും. ഓസ്ട്രേലിയയിൽ പഠനം ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ മികച്ച തൊഴിൽ സാധ്യതകളുള്ളതും PR ലഭിക്കാൻ സഹായിക്കുന്നതിനും ചില പ്രധാന കോഴ്സുകളുണ്ട്. രജിസ്റ്റർ ചെയ്ത കോഴ്സുകൾ അവിടുത്തെ STEM സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അടിസ്ഥാനമായി ലോങ് ടൈം കരിയർ ഓപ്പർച്യൂണിറ്റിയും PR-ഉം ആഗ്രഹിക്കുന്നവരുടെ തിരഞ്ഞെടുപ്പുകൾ ഹൈ ഡിമാൻഡ് ഒക്കുപേഷണൽ ആകണം. ഫ്ലൈ വേൾഡിൽ നമ്മുടെ ലീഗൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ കൗൺസിലേഴ്സ് എപ്പോഴും തന്നെ കുട്ടികളോട് പറയുന്ന ഒരു അഡ്വൈസാണ്, നമ്മൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് അവിടെ ഹൈ ഡിമാൻഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടാവുന്നതായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ജോലി ലാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു PR അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസി ഓപ്ഷൻ കിട്ടാനും കുട്ടികളെ സഹായിക്കും. സോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന ഒരു കോഴ്സ് അത് അവിടുത്തെ STEM സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ടതാണ്. അതായത് സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ്, മെഡിസിൻ, ഈ 4 വിഭാഗങ്ങളിലുള്ള
ഒക്യുപ്പേഷൻസ് അല്ലെങ്കിൽ കോഴ്സസ് ആണ് കുട്ടികൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഫർദർ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫർദർ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആ കൺട്രിയിൽ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ അവർക്ക് BSc നഴ്സിംഗ്, ആർക്കിടെക്ചറൽ കോഴ്സസ്, എൻജിനീയറിംഗ്, മൈനിങ്, ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, പിന്നെ AI പോലെയുള്ള പല കോഴ്സസും ഇപ്പോൾ റെഡിലി നമ്മുടെ ഒരു കോഴ്സ് സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. സോ ഇതിൽ ഏത് വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാം. ബട്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെലക്ട് ചെയ്യുന്ന കോഴ്സ് അവരുടെ സ്കിൽഡ് ഓക്യുപ്പേഷനിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കോഴ്സ് ആയിരിക്കണം. മികച്ച വിദ്യാഭ്യാസ നിലവാരത്തിന് പേരുള്ള ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. 40ഓളം പ്രമുഖ സർവകലാശാലകളാണ് അവിടെയുള്ളത്. ഏതാണ് നിങ്ങളുടെ പഠനത്തിനായുള്ള ശരിയായ സർവകലാശാല എന്ന് തിരഞ്ഞെടുക്കേണ്ടത് പ്രധാന കാര്യം. വിസ ലഭ്യത, ചെലവുകൾ, താമസ സൗകര്യങ്ങൾ, ജോലി അവസരങ്ങൾ എന്നിവയും സർവകലാശാലകളുടെ റാങ്കിംഗ് വരെയും പ്രധാന ഘടകങ്ങളാണ്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് വളരെ കുറേ അധികം യൂണിവേഴ്സിറ്റീസ്, കുറേ അധികം കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെയാണ് UK ന്യൂസിലൻഡ് ആണെങ്കിലും അയർലൻഡ് ആണെങ്കിലും വെറൈറ്റി ഓഫ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആണ് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഉള്ളത്. അപ്പോൾ നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞ പോലെ ഒരു സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകും. സോ ഇപ്പോഴത്തെ ഒരു ക്രൈറ്റീരിയയിൽ ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഓസ്ട്രേലിയയും കാനഡയാണ്. സോ ഡയറക്റ്റ് പെർമനന്റ് റെസിഡൻസി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കോഴ്സ് ഈ സ്കിൽഡ് നോമിനേറ്റഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു ഓക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒരു കോഴ്സ് ആയിരിക്കണം. സോ ഓസ്ട്രേലിയയെ സംബന്ധിച്ചോളം ഈ കോഴ്സ് എടുക്കുന്ന കുട്ടികൾ അവിടെ മെയിനായിട്ടും പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് പല സ്റ്റേറ്റ്സ് ഉള്ളതുകൊണ്ട് അവർ പഠിക്കുന്ന ഏത് യൂണിവേഴ്സിറ്റി ആണോ, ഇപ്പോൾ അവിടുത്തെ റീജിയണൽ യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കുന്നതെങ്കിൽ അതനുസരിച്ച് അവർക്ക് PR അല്ലെങ്കിൽ പെർമനന്റ് റെസിഡൻസിലോട്ട് ഫയൽ ചെയ്യുമ്പോൾ പോയിന്റ്സ് അധികം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം പെർമനന്റ് റെസിഡൻസി എന്ന് പറയുന്നത് ഒരു സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റ് പ്രകാരം ഒരു പോയിന്റ് ബേസ് സിസ്റ്റത്തിൽ പോകുന്നതാണ്. സോ ആ പോയിന്റ്സ് കൂടാനായിട്ട് പ്രത്യേക റീജിയൻസിൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പ്രത്യേക റീജിയൻസിലുള്ള യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ പോയിന്റ്സ് കിട്ടാനും അപ്പോൾ അതനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റി ഗൈഡൻസ് ഞങ്ങൾക്ക് ഫ്ലൈ വേൾഡിൽ നിന്ന് നിങ്ങൾക്ക് തരാനും കഴിയും. വിദ്യാർത്ഥി വിസയും സെറ്റിൽമെന്റ് സേവനങ്ങളും സംബന്ധിച്ച തട്ടിപ്പുകൾ ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ചില കാര്യങ്ങളിൽ നാം പ്രത്യേകം സൂക്ഷിച്ചാൽ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാം. ഓസ്ട്രേലിയ അടക്കമുള്ള പല രാജ്യങ്ങളിലും ഡയറക്റ്റ് ജോബ് വിസ റെഡി അവൈലബിൾ അല്ല. അതുകൊണ്ട് ജോലി വാഗ്ദാനം നൽകി വരുന്ന എല്ലാ വിസകളിലും നിയമവിദഗ്ധരുടെ അഭിപ്രായം തേടേണ്ടതുണ്ട്. ഫ്ലൈ വേൾഡ് ലീഗൽ എക്സ്പേർട്സ് കണ്ടുവരുന്ന ഒരു സ്ഥിരമായിട്ടൊരു ചോദ്യമാണ് വിസ സ്കാമുകളെ പറ്റി. അതിന് ഞങ്ങൾക്കൊരു ആൻസറേ ഉള്ളൂ. ജോബ് തരാം അല്ലെങ്കിൽ ജോബ് വാഗ്ദാനം ചെയ്തു വരുന്ന എല്ലാ വിസാസും തന്നെ നമ്മൾ സൂക്ഷിച്ച് അറ്റൻഡ് ചെയ്യണം. കാരണം ഓസ്ട്രേലിയയെ സംബന്ധിച്ചോളം ഓസ്ട്രേലിയ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലും ഡയറക്റ്റ് വിസാസ് അല്ലെങ്കിൽ ജോബ് വിസാസ് ഇപ്പോൾ റെഡിലി അവൈലബിൾ അല്ല. നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ലീഗൽ എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ തീർച്ചയായും തേടേണ്ടതാണ്. ഓസ്ട്രേലിയയുടെ സ്കിൽഡ് നോമിനേഷൻ ലിസ്റ്റിൽ വരുന്ന ഓക്യുപ്പേഷൻ ഹോൾഡർ ആണെങ്കിൽ നമ്മളൊരു ജനറൽ സ്കിൽഡ് എന്ന് പറഞ്ഞൊരു ഓക്യുപ്പേഷൻ പ്രോസസ്സുണ്ട്. ഈ ഒരു സെറ്റിൽമെൻറ്റ് പ്രോസസ്സ് നമ്മൾ ചെയ്യാനായിട്ട് ഒരു പോയിന്റ് ബേസ് സിസ്റ്റം ഉണ്ട്. ആ പോയിന്റ് ബേസ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പെർമനന്റ് റെസിഡൻസിക്ക് എലിജിബിൾ ആകും. ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി ലഭിക്കുന്നതിന് പ്രധാനമായും വിവിധ ഘടകങ്ങളാണുള്ളത്. സ്കിൽഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിലുള്ള കോഴ്സിൽ തുടങ്ങി സ്കിൽ അസസ്മെന്റ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിക്കുക വഴി PR ലഭിക്കും. ഓസ്ട്രേലിയയിൽ പെർമനന്റ് റെസിഡൻസി നേടാനായിട്ട് മെയിനായിട്ടും 4 ഘടകങ്ങളാണ്. ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഞാൻ മുൻപ് പറഞ്ഞ പോലെ കുട്ടി ചൂസ് ചെയ്യുന്ന കോഴ്സ് അവിടുത്തെ സ്കിൽഡ് നോമിനേറ്റഡ് ഓക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു കോഴ്സ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഓക്യുപ്പേഷൻ അതിലുള്ളത് കൊണ്ട് തന്നെ അവർ ആദ്യം തന്നെ ഒരു സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണം. ഈ സ്കിൽസ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ കോഴ്സിനും അല്ലെങ്കിൽ ഓരോ ഒക്യുപ്പേഷനും ഡിഫറെൻറ്റ് അതോറിറ്റീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ IT പഠിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു അതോറിറ്റി ഉണ്ട്, ACS എന്ന് പറഞ്ഞിട്ട് അവരായിരിക്കും അസസ്മെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ അസസ്മെൻറ്റ്സും ചെയ്യുന്ന ഓരോ അതോറിറ്റീസ് ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ഓക്യുപ്പേഷൻ. സ്കിൽസ് അസസ്മെൻറ്റ് കഴിഞ്ഞ് പോസിറ്റീവ് ആവുകയാണെങ്കിൽ നമ്മളൊരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഫയൽ ചെയ്യും. അതും നമ്മുടെ പോയിന്റ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇൻവിറ്റേഷൻസ് എല്ലാം വരുന്നത്. പിന്നെ ഇൻവിറ്റേഷൻസ് തന്നെ പലതരമുണ്ട്. നമുക്ക് ഡിഫറെൻറ്റ് വിസ സബ് ക്ലാസ്സസ് എന്നാണ് അതിനറിയപ്പെടുന്നത്.
ഓസ്ട്രേലിയയിൽ 189, 190, 491 ഇതെല്ലാമാണ് പെർമനന്റ് റെസിഡൻസിയിലോട്ടുള്ള ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന വിസ സബ് ക്ലാസ്സസ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് സ്കിൽഡ് നോമിനേറ്റഡ് വിസ വഴി നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് നമുക്ക് ഇൻവിറ്റേഷൻ സ്വീകരിക്കാവുന്നതാണ്. ഓരോ വിദ്യാർത്ഥികളുടെ ഫയലുകൾ പ്രത്യേകം പഠിച്ചതിന് ശേഷമാണ് അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നത് മുതൽ പഠനം കഴിഞ്ഞിറങ്ങി അവിടെ തന്നെ സെറ്റിൽ ചെയ്യുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നിയമവിദഗ്ധർ കൂടെ ഉണ്ടാകുമെന്നതാണ് ഫ്ലൈവേൾഡിന്റെ പ്രത്യേകത. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരുടെ ഫയൽ ഇൻഡിവിജ്വലി ഇവാലുവേറ്റ് ചെയ്ത് എങ്ങനെ ഇത് പോസിബിൾ ആക്കാം എന്നുള്ളതാണ്. എങ്ങനെ അവർക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ ചെന്ന് സെറ്റിൽ ആവാം അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പഠിക്കാൻ പോകാം എന്നൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ ചെയ്യുന്നത് ഒട്ടുമിക്ക എല്ലാ ഇൻഡിവിജ്വൽസിനും. ഇത് മെയിനായിട്ടും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഫയലും ഓരോ രീതിയിൽ ഡിഫറെൻ്റ് ആണ്. ഞങ്ങൾ എപ്പോഴും കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആണ്, ഫ്രണ്ട് ഈ ഒരു കോഴ്സ് എടുത്തു അതുകൊണ്ട് ഞാനും ആ കോഴ്സ് എടുക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ കുറേ കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി അതൊരു തെറ്റായ കോൺസെപ്റ്റാണ്. എല്ലാവരുടെയും ഫയൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ അവരുടെ ഇൻട്രസ്റ്റ്, പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, IELTS, PT എന്നീ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോഴും ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കുട്ടികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് അനുസരിച്ചും നമ്മൾ പഠിച്ചിരുന്ന സബ്ജക്ട്സ് 12th നമ്മൾ പഠിച്ചിരുന്ന സബ്ജക്ട്സിൻ്റെ ബേസിസിലാണ് നമ്മൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുന്നതും നമ്മൾ അതിലോട്ട് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നതും. ആൻഡ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SOPs നമ്മൾ കൃത്യമായി അസിസ്റ്റ് ചെയ്ത് നമ്മുടെ ലീഗൽ എക്സ്പേർട്സ് നിങ്ങൾ അതിന് ഗൈഡ് ചെയ്യും. സോ ഫ്ലൈവേൾഡിലൂടെ ഓരോ സ്റ്റുഡൻറ്റ് വിസ ആപ്ലിക്കേഷൻസും നമ്മൾ സ്ക്രൂട്ടനൈസ് ചെയ്ത് എങ്ങനെയാണ് കുട്ടിക്ക് ആ യൂണിവേഴ്സിറ്റി സ്യൂട്ടബിൾ ആവുന്നതെന്നും ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞിറങ്ങിയ കുട്ടികൾ എങ്ങനെയായിരിക്കും ആ കൺട്രിയിൽ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും വരെയുള്ള ഒരു പ്രോസസ്സായിരിക്കും ഫ്ലൈവേൾഡ് ഇവിടെ നിന്ന് സെക്യൂർഡ് ആയിട്ട് ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുക. ഓസ്ട്രേലിയയിൽ മലയാളി നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രശസ്ത ലോ ഫാമാണ് ഫ്ലൈവേൾഡ്. പ്രിൻസിപ്പൽ സോളിസിറ്റർ അഡ്വക്കേറ്റ് താര S നമ്പൂതിരിയും നേതൃനിരയ്ക്കൊപ്പം 200-ൽ പരം ലോയേഴ്സും പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം ഇന്ന് ലോകത്തെ മുൻനിര ലോ ഫേമുകളിൽ ഒന്നായി മാറിയിരിക്കുന്നു. ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ UK ചെന്നുപെടുന്ന ഒരു കുട്ടിക്ക് അവിടെ നമ്മുടെ പല ബ്രാഞ്ചസിലും നമ്മൾ ഫ്ലൈവേൾഡ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പാണ്. ഫ്ലൈവേൾഡിൽ തന്നെ നമുക്ക് മണി ഉണ്ട്, ട്രാവൽസ് ഉണ്ട്, പിന്നെ കൺവീൻസിങ് ലോയേഴ്സ് ഉണ്ട്. ഇപ്പം നിങ്ങൾ ഓസ്ട്രേലിയ ചെന്നു, അവിടെ ചെന്നിട്ട് നിങ്ങൾക്കൊരു ലാൻഡ് വാങ്ങണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ലീഗലായിട്ടൊരു മാറ്റർ വന്നെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടി ലോയേഴ്സ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഫയൽസ് വന്നു, അപ്പം നമുക്ക് അവിടെ ഫാമിലി ലോയേഴ്സ് ഉണ്ട്. നമ്മുടെ പ്രിൻസിപ്പൽ സോളിസിറ്ററും നമ്മുടെ കോ ഫൗണ്ടറും ഡയറക്ടറും നിങ്ങൾക്ക് അവിടെ അസിസ്റ്റൻസ് തരും, അഡ്വക്കേറ്റ് താര S നമ്പൂതിരി. സോ നമ്മുടെ ഫുൾ ടീം ഓഫ് ലോയേഴ്സ്, മാമിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഫുൾ ടീം ഓഫ് ലോയേഴ്സ് ഓസ്ട്രേലിയയിൽ സജ്ജമാണ്. നിങ്ങൾക്ക് അവിടെയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ ലീഗലായിട്ടുള്ള നമ്മുടെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. ഫ്ലൈവേൾഡിൻ്റെ അംബ്രല്ല ഓർഗനൈസേഷൻ അണ്ടറിൽ വരുന്നതാണ് ട്രാവൽസ് ആയാലും മണി ആണെങ്കിലും പ്രോപ്പർട്ടി ലോയേഴ്സ്, പിന്നെ ഫാമിലി കേസസ് ഹാൻഡിൽ ചെയ്യുന്ന ഫാമിലി കേസ് ലോയേഴ്സ് ഉണ്ട്, പിന്നെ നമുക്ക് വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ട് വരുന്ന ലോസ് ഹാൻഡിൽ ചെയ്യുന്ന ലോയേഴ്സ് ഉണ്ട്. സോ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഇമിഗ്രേഷൻ ലോയേഴ്സും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഫ്ലൈവേൾഡ് ഉള്ള നമ്മുടെ എല്ലാ ടീമും റെഡിയാണ്. സുരക്ഷിതമായ ജീവിതം, അഭിമാനകരമായ കരിയർ, ലോകത്താകമാനമുള്ള വിശ്വാസം, ഇതൊക്കെ കൊണ്ടാണ് ഫ്ലൈവേൾഡ് മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത്. സ്വപ്നം കാണുന്ന യുവാക്കളുടെയും കുടുംബങ്ങളുടെയും ജീവിതത്തിൽ പുതിയ വെളിച്ചം വിതറി അഭിമാനകരമായ നേട്ടങ്ങളിലൂടെ മുന്നേറുകയാണ് ഫ്ലൈവേൾഡ്. ഇപ്പോൾ കുവൈറ്റിലെ മലയാളികൾക്ക് ഫ്ലൈവേൾഡിൻ്റെ വിശ്വസ്ത സേവനങ്ങൾ നേരിട്ട് ലഭ്യമാകുന്നു. നിയമപരമായി കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ ഈ ലോയേഴ്സ് ടീം ഇവിടെ തുടരും. ന്യൂസ് അപ്ഡേറ്റ്. പ്രയാണം ഇന്ത്യൻ അസോസിയേഷൻ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ജിജോ P. ജോസിനെയും ജനറൽ സെക്രട്ടറിയായി ഗിരിജ വിജയനെയും ട്രഷററായി രമേശ് നായരുമാണ് 9ാം വാർഷിക സമ്മേളനത്തിൽ നിന്നും ചുമതലയേറ്റത്. വൈസ് പ്രസിഡന്റുമാരായി സ്റ്റാൻലി ലീൻ, അമ്പിളി നാരായണൻ, സെക്രട്ടറി ആന്റൺ ലൂയിസ്, ജോയിന്റ് സെക്രട്ടറി നാസർ പൊന്നാനി, ജോയിന്റ് ട്രഷറർ ബിന്ദു ശശിധരൻ, വെൽഫെയർ കൺവീനർ അർഷാദ് ഷെരീഫ്, ജോമി ജോസ് തുടങ്ങിയവരാണ് മറ്റു ഭാരവാഹികൾ. സിനു ജോണാണ് രക്ഷാധികാരി. ഡ്രീംസ് ട്രീ അക്കാദമി കുവൈറ്റും BDK കുവൈറ്റ് ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് കോർഡിനേറ്റർ പ്രവീൺ കുമാറിന്റെ അധ്യക്ഷതയിൽ ഡ്രീംസ് ട്രീ മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് ജെയിംസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
അലൻസാരി എക്സ്ചേഞ്ച് മാർക്കറ്റിംഗ് മാനേജർ ശ്രീജിത്ത് മോഹൻദാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. ഡ്രീംസിയുടെ മെബിൻ സാം സ്വാഗതവും BDKയുടെ മനോജ് മാവേലിക്കര നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ രക്തദാനം ചെയ്ത മുഴുവൻ രക്തദാതാക്കൾക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. അലൻസാരി എക്സ്ചേഞ്ച് പ്രതിനിധി രാജേഷ് ആശംസ അറിയിച്ചു. കുവൈറ്റിലെ ആരോഗ്യ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ റേഡിയോഗ്രാഫർമാരുടെ സംഘടനയായ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ റേഡിയോഗ്രാഫേഴ്സ് കുവൈറ്റ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി നജീബ് ജമാലുദ്ദീനെയും ജനറൽ സെക്രട്ടറിയായി കാസിമുദ്ദീൻ നസീമുദ്ദീനെയും ട്രഷററായി അനൂപ് എബ്രഹാമിനെയും തെരഞ്ഞെടുത്തു. വൈസ് പ്രസിഡന്റുമാരായി വിപിൻ MB, ആശ ഗീതാഭായിയും ജോയിന്റ് സെക്രട്ടറിമാരായി സജി ജോൺ, മരിയ സിമൺ, നജീബ് നസാബും ജോയിന്റ് ട്രഷറർ തോമസ് കുട്ടി ജോസഫ് എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. ഇടുക്കി അസോസിയേഷൻ കുവൈറ്റിന്റെ ഓണാഘോഷങ്ങൾ തിരുവോണ ദിനത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാൽമിയയിലെ സുമൃദയ പാലസ് ഹാളിലാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. ജോയി അൽക്കാസ് ജ്വല്ലറി കൺട്രി ഹെഡ് ഷിബിൻ ദാസ് ഓണാഘോഷത്തിന്റെ പോസ്റ്റർ ഓണം കൺവീനർ ഷിജു ബാബുവിന് കൈമാറിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് ബിനു ആഗ്നേൽ, ജനറൽ സെക്രട്ടറി ജോമോൻ P. ജേക്കബ്, ട്രഷറർ ബിജു ജോസ്, വിമൻസ് ഫോറം ചെയർപേഴ്സൺ ഭവ്യ മാത്യു തുടങ്ങിയ ഭാരവാഹികൾ സംസാരിച്ചു. പ്രതീക്ഷ ഇന്ത്യൻ അസോസിയേഷൻ കുവൈറ്റ് സാൽമി യൂണിറ്റിന്റെ ഭാരവാഹികളായി കൺവീനർ സവിത ബൈജു, സെക്രട്ടറി വിനോദ് P. ചാക്കോ, ട്രഷറർ ഷെമീൻ സലീം, അമാനുള്ള ജോയിന്റ് കൺവീനർ, അനിൽകുമാർ ജോയിന്റ് സെക്രട്ടറി, രാകേഷ് നായർ ജോയിന്റ് ട്രഷറർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. യൂത്ത് ഇന്ത്യ കുവൈറ്റ് ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. പാനൽ ചർച്ചകൾ, നെറ്റ്വർക്കിംഗ് സെഷനുകൾ, ബിസിനസ് മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയവയടങ്ങുന്ന കോൺക്ലേവ് സെപ്റ്റംബർ 5-നാണ് നടക്കുന്നത്. പ്രവാസികളുടെ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യൂത്ത് ഇന്ത്യ കുവൈറ്റ് ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. വ്യവസായ രംഗത്തെ നവീന സാധ്യതകൾ കണ്ടെത്താനും സംരംഭകരെ തമ്മിൽ ബന്ധിപ്പിക്കുവാനും വിജയാനുഭവങ്ങൾ പങ്കുവയ്ക്കാനുമുള്ള വേദിയാണ് കോൺക്ലേവിലൂടെ ഒരുക്കുന്നതെന്ന് യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് സിജിൻ ഖാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 5-ന് ഫർവാനിയ ക്രൗൺ പ്ലാസയിലാണ് ബിസിനസ് കോൺക്ലേവ്സ് നടക്കുന്നത്. പാനൽ ചർച്ചകൾ, നെറ്റ്വർക്കിംഗ് സെഷനുകൾ, എത്തിക്കൽ ബിസിനസ് മാർഗനിർദ്ദേശങ്ങൾ, ശരിയ ഫിക് ഡെസ്ക്, സംരംഭങ്ങളുടെ പ്രദർശനങ്ങൾ, ബിസിനസ് നിയമങ്ങൾ, വിദഗ്ധരുടെ സംവാദങ്ങൾ കോൺക്ലേവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺക്ലേവിന്റെ ലോഗോ യൂത്ത് ഇന്ത്യ രക്ഷാധികാരി PT ഷരീഫ് പ്രകാശനം ചെയ്തു. വാർത്താ സമ്മേളനത്തിൽ യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് സിജിൽ ഖാൻ, സെക്രട്ടറി അഖിൽ ഇസ്ലാഖ്, പബ്ലിസിറ്റി കൺവീനർ മുക്സിഖ്, പ്രോഗ്രാം കൺവീനർ മഹനാസ് മുസ്തഫ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ റമീസ്, യാസിർ, റയാൻ ഖലീൽ എന്നിവർ പങ്കെടുത്തു. തണൽ കുവൈറ്റ് പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം സെപ്റ്റംബർ 12-ന് നടക്കും. പ്രസിഡന്റ് അജ്മൽ വേങ്ങര അധ്യക്ഷനായിരുന്ന യോഗത്തിൽ ഓണാഘോഷത്തിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ജനറൽ സെക്രട്ടറി ആര്യ നിഷാൻ, രക്ഷാധികാരി താഹ ചേറ്റുവ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ ഷാനവാസ് ബഷീർ, ജിനു KV എന്നിവർ സംസാരിച്ചു. രതിക നന്ദി അറിയിച്ചു. IMCC കുവൈറ്റ് ബദർ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. IMCC നടത്തുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ ക്യാമ്പ് നടപ്പാക്കിയത്. ക്യാമ്പ് 100 കണക്കിന് ആളുകൾക്കാണ് ആശ്വാസമായത്. ക്യാമ്പിലെത്തിയ 100-ലധികം ആളുകൾക്ക് ഷുഗർ, കൊളസ്ട്രോൾ, ക്രിയാറ്റിൻ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്നിവയുൾപ്പെടെ വിവിധ പരിശോധനകളും ഡോക്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു. ക്യാമ്പ് ദുരിതത്തിലായവർക്കും അടിയന്തര ചികിത്സ ആവശ്യമായവർക്കും വലിയ ആശ്വാസമായി മാറി. 2 പേർക്ക് ഹൃദയ സംബന്ധമായ ഗുരുതര അവസ്ഥകൾ കണ്ടെത്തിയതിനെ തുടർന്നും ചികിത്സയ്ക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതായും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിരവധി പേർക്ക് ക്യാമ്പ് പ്രയോജനകരമായതായും ഭാരവാഹികൾ അറിയിച്ചു. IMCC GCC കമ്മിറ്റി രക്ഷാധികാരി സത്താർ കുന്നലിന്റെ അധ്യക്ഷതയിൽ നടന്ന ഉദ്ഘാടന സമ്മേളനം അഖില ആൻവി ഉദ്ഘാടനം ചെയ്തു. അൻസാരി, ബിബിൻ തോമസ്, ഷെരീഫ് താമരശ്ശേരി, അഷ്റഫ് അയ്യൂർ, ഖലീൽ അടൂർ, സലാം കളനാട്, ഡോക്ടർ രാജിത് കുമാർ, അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. ഹമീദ് മധൂർ സ്വാഗതവും അബൂബക്കർ AR നഗർ നന്ദിയും പറഞ്ഞു. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സമ്മർ ഫാഷൻ പ്രമോഷന് ആഘോഷപരമായി തുടക്കം. ആകർഷകമായ ഓഫറുകളുമായാണ് സമ്മർ ഫാഷൻ സ്പെഷ്യൽ ആരംഭിച്ചിരിക്കുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ സമ്മർകാല പ്രൊമോഷനായ സ്ലിപ്പ് ഇൻറ്റു സമ്മർ ഫാഷൻ സ്പെഷ്യൽ ക്യാമ്പയിന് തുടക്കമായി. അൾറായിലെ ഔട്ട്ലെറ്റിൽ ആകർഷകമായ പരിപാടികളോടെയാണ് പ്രൊമോഷന് തുടക്കമായത്. പ്രമുഖ ഫാഷൻ ഇൻഫ്ലുവൻസർമാരും ബ്ലോഗർമാരും ലുലു ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികളും ചേർന്നാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ജൂലൈ 19 വരെ നീളുന്ന ഈ ഫാഷൻ വാരത്തിൽ പുരുഷന്മാരുടെയും വനിതകളുടെയും കുട്ടികളുടെയും വേനൽ ഫാഷൻ കളക്ഷനുകളിൽ ആകർഷകമായ ഓഫറുകളും കിഴിവുകളും ലഭ്യമാണ്. പ്രമുഖ ബ്രാൻഡുകളുടെ വസ്ത്രങ്ങൾ, ഫുഡ് വെയർ, ഹാൻഡ് ബാഗുകൾ തുടങ്ങി വൈവിധ്യമാർന്ന ഐറ്റങ്ങളാണ് പ്രൊമോഷനുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 10 ഗഡിയുടെ ഷോപ്പിംഗിന് 2.5 ദിനാർ വൗച്ചർ ലഭിക്കുന്ന പ്രത്യേക ഓഫറുകളും ലഭ്യമാണ്. Hello viewers,
Welcome to KQ Matters 2024 organized by Pavan's Indian Educational School, Kuwait. Today, in this quizzing combat, we have the category of grade 9s to 12. Once again, welcome to KQ Matters 2024, where knowledge reigns supreme. So who are going to be the winners? We have a tie. We have to break the tie. First, we will have a set of 5 questions asked to both team A and B to break the tie. Question number 1. In the movie Gravity, the characters experience the effect of dash. Yeah, time is up. I think both of you have answered, both the teams have answered. Now we go to the second question. In the popular film Gattaca, 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 the characters genetically screened at birth to determine their susceptibility to diseases and what careers they would be suited to. What does the film's title, based on the letters G, A, T and C, stand for? Time up. Now we go to question number 3. What is the sacred tree in Avatar movie called? In the movie Avatar, there is a sacred tree, T-R-E-E, tree. What is it called? Time up. We go to question number 4. In the movie Interstellar, the characters travel through a hypothetical tunnel-like structure called dash. Time up. We go to the last question of the round. The world's first integrated machine for manufacturing blood collection tubes, Husky Ichor, has been set up in which state of India? Name the state of India. Right. All 5 questions are over. Now we will check the answers written by both the teams, Team A and Team B. The answer of the first question. In the movie Gravity, the character experienced the effect of microgravity. Was this your answer? Okay. Question number 2. The popular film Gattaca, the characters and the letters G, A, T and C stand for. The correct answer is, have you got the correct answer? Guanine, adenine, thymine, cytosine. Right? Yeah, these were the words. Question number 3. What is the sacred tree in the movie Avatar? What is it called? What is the name of the tree? The Tree of Souls. Has anybody got the correct answer? We'll check. Okay, no problem. No worries. Question number 4. The correct answer. The question based on the movie Interstellar. The characters travel through a hypothetical tunnel-like structure called wormhole. Correct. Correct. Both of you answered correctly? Both the teams? Then how the tie was broken, I don't know. We'll check. Okay. Last question, 5th question. The world's first integrated machine for manufacturing blood collection tubes, Husky Ichor, has been set up in which state? It was set up in the state of Kerala, India. You got the right answer? Okay, we'll check. Now the results are ready. All the 5 rounds are over. The tie has been broken. Now we have the final result. Who are the winners? The second position goes to Team B with 60 points. Well done, Team B. Congratulations. The first position has been secured by Team A with 80 points. Well done, Team A. Congratulations. You are the champion of this quizzing combat KQ Matters 2024, where knowledge reigns supreme, where knowledge quotient matters. Thank you. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.